പ്രിയ കുട്ടികളെ, നമ്മളിന്ന് +1 സ്റ്റേറ്റ് CBSEക്ക് ഉള്ളൊരു പോർഷനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അടുത്ത് തന്നെ നിങ്ങൾക്ക് ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആ ഓണം എക്സാമിന് ഉണ്ടാകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും. എപ്പോഴും നമുക്ക് എക്സാമിന് വരുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, അതല്ലെങ്കിൽ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് എന്താണെന്ന് നോക്കാം. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി ഡിസ്കൗണ്ട് അലൗഡ് ബൈ ദി സെല്ലർ ടു ദി ബയ്യർ. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ ബൾക്ക് പർച്ചേസ്. അതായത് ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് സെല്ലർ ബയ്യർക്ക് അനുവദിക്കുന്ന ഡിസ്കൗണ്ട് ആണ് ട്രേഡ് ഡിസ്കൗണ്ട്. ഈ ട്രേഡ് ഡിസ്കൗണ്ടിന്റെ പ്രത്യേകത അത് ഷോ ചെയ്യില്ല. നമ്മൾ ജേണൽ എൻട്രിയിൽ ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കില്ല. അത് കഴിച്ചിട്ടുള്ള എമൗണ്ടേ നമ്മൾ എൻട്രിയിൽ കാണിക്കുള്ളൂ. അപ്പോൾ ബൾക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്താണ് ആ ഡിസ്കൗണ്ട് അലവ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ക്യാഷ് ഡിസ്കൗണ്ടോ? ക്യാഷ് ഡിസ്കൗണ്ടും അലവ് ചെയ്യുന്നത് സെല്ലർ ടു ദി ബയ്യർ. എന്തിനു വേണ്ടിയിട്ടാ? അതായത് പ്രോംപ്റ്റ് പേയ്മെന്റിന് വേണ്ടിയിട്ട്. പ്രോംപ്റ്റ് പേയ്മെന്റ്. അപ്പൊ ഇത് പ്രോംപ്റ്റ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കിട്ടാനുള്ള തുക വേഗത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് കിട്ടാനുള്ള തുക വേഗത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യാണ്. ഇത്ര ദിവസത്തിനകം വിതിൻ 1 മന്ത് അല്ലെങ്കിൽ വിതിൻ 1 വീക്ക് ഒരു പീരീഡ് പറഞ്ഞിട്ട് ആ പീരീഡിനുള്ളിൽ ആ പൈസ തരാണെങ്കിൽ ഇത്ര രൂപ ഡിസ്കൗണ്ട് തരാം എന്ന് പറഞ്ഞ് എൻകറേജ് ചെയ്യാണ്. പൈസ തരാനുള്ള വ്യക്തിയെ കിട്ടാനുള്ള വ്യക്തിയെ എൻകറേജ് ചെയ്യാണ്. അതാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ടിന്റെ പ്രത്യേകത നമ്മൾ അത് ഷോ ചെയ്യണം. അതായത് ക്യാഷ് ഡിസ്കൗണ്ടിന്റെ പ്രത്യേകത അത് ഷോ ചെയ്യണം. ട്രേഡ് ഡിസ്കൗണ്ട് ഷോ ചെയ്യില്ല എന്ന് പറഞ്ഞില്ലേ? ക്യാഷ് ഡിസ്കൗണ്ട് അലൗഡ് ആകാം, ഡിസ്കൗണ്ട് റിസീവ്ഡ് ആകാം. അതായത് ഇപ്പൊ ഒരു ബിസിനസ് സ്ഥാപനം, ആ ബിസിനസ് സ്ഥാപനം അവര് ഗുഡ്സ് വാങ്ങിച്ചിരിക്കുകയാണ്, മറ്റൊരാളിൽ നിന്നും ഗുഡ്സ് പർച്ചേസ് ചെയ്തേക്കാണ്. അപ്പൊ പർച്ചേസ് ചെയ്ത സമയത്ത് ആരുടെ കയ്യിൽ നിന്നാണോ അവർ വാങ്ങിച്ചത് അവര് ബിസിനസ്സിന് ഡിസ്കൗണ്ട് കൊടുത്തേക്കാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബിസിനസ്സിന് ഡിസ്കൗണ്ട് റിസീവ്ഡ് അല്ലേ, കിട്ടിയേക്കല്ലേ. അതേസമയം വിൽക്കുന്ന കേസിലാണെങ്കിലോ, സെയിൽ ചെയ്യുന്ന കേസിലാണെങ്കിൽ ബിസിനസ് അവർക്ക് ഡിസ്കൗണ്ട് അലൗ ചെയ്യാണ്. അപ്പൊ ഡിസ്കൗണ്ട് അലൗഡ് വരാം, ഡിസ്കൗണ്ട് റിസീവ്ഡ് വരാം കേട്ടോ. അപ്പൊ ഓർത്ത് വെക്കേണ്ടത് ഈ ക്യാഷിന്റെ ഒപ്പം മാത്രമേ എപ്പോഴും ഡിസ്കൗണ്ട് വരുള്ളൂ. ക്യാഷ് ഡെബിറ്റ് ആണെങ്കിൽ ഡിസ്കൗണ്ടും ഡെബിറ്റ് ആയിരിക്കും. ക്യാഷ് ക്രെഡിറ്റ് ആണെങ്കിൽ ഇപ്പൊ നമ്മള് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, കിട്ടാനുള്ള എമൗണ്ട് കിട്ടിയേക്കണം. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആരുടെ കയ്യിൽ നിന്നാണോ അവരുടെ പേര് നമ്മൾ കൊടുക്കാണ്. ഇനി ഇപ്പൊ നമുക്ക് രാം അക്കൗണ്ട് ഡെപ്റ്റർ, രാമിന് കൊടുത്തേക്കണ്ടാണ്. അപ്പൊ രാം അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ടു ഡിസ്കൗണ്ട്. ആ കേസില് ക്യാഷ് ക്രെഡിറ്റ് ചെയ്തപ്പോ ഡിസ്കൗണ്ടും ക്രെഡിറ്റ് ചെയ്തു. അപ്പൊ ട്രാൻസാക്ഷൻ അനുസരിച്ചാണല്ലോ ക്യാഷ് വരുന്നത്. ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷ് ഡെബിറ്റ് ചെയ്യും. അപ്പൊ ക്യാഷ് ഡെബിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്കൗണ്ടും ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് കൊടുക്കുന്ന കേസിൽ നമ്മൾ ക്യാഷ് ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഡിസ്കൗണ്ടും നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ക്യാഷിന്റെ കൂടിയ ഡിസ്കൗണ്ട് നിൽക്കുള്ളൂ എന്നുള്ളത് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് ഇപ്പൊ ട്രേഡ് ഡിസ്കൗണ്ടിന്റെ കേസില് നമ്മൾ പറഞ്ഞിരുന്നു ഡിസ്കൗണ്ട് ഷോ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു എക്സാമ്പിള്, എ സെൽസ് ഗുഡ്സ് ടു ബി ₹5 lakh. 5 ലക്ഷം രൂപയ്ക്ക് എ ബിക്ക് ഗുഡ്സ് വിൽക്കാണ്. അങ്ങനെ വിൽക്കുമ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് ഒരു 10% അലൗ ചെയ്തു. 10% ഡിസ്കൗണ്ട് അനുവദിച്ചുകൊണ്ടാണ്. എന്ന് വെച്ചാൽ 5 ലക്ഷം രൂപയുടെ ഗുഡ്സ് ഒരുമിച്ച് വാങ്ങിച്ചപ്പോ അവിടെ 10% ഡിസ്കൗണ്ട് കൊടുക്കാണ്. അപ്പൊ ഡിസ്കൗണ്ട് കൊടുത്തപ്പോ ലിസ്റ്റ് പ്രൈസ് എന്നത് 5 lakh ആണ്. ലിസ്റ്റ് പ്രൈസ് മീൻസ് ആ സാധനത്തിന്റെ വില 5 ലക്ഷം രൂപയാണ്. ഒരുമിച്ച് മേടിച്ചപ്പോ അവര് എന്ത് ചെയ്തു? 10% ഡിസ്കൗണ്ട്, ട്രേഡ് ഡിസ്കൗണ്ട് അലൗ ചെയ്തു. ഇതിന്റെ 10% എന്ന് പറയുമ്പോൾ ഒരു ഡിജിറ്റ് മാറ്റിയാൽ മതി, 50,000. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് ഇൻവോയ്സ് പ്രൈസ് കിട്ടി. അതായത് 4,50,000, 4,50,000 rupees നമ്മൾ കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ജേണൽ എൻട്രി എഴുതുമ്പോ ബീസ് അക്കൗണ്ട് ഡെപ്റ്റർ
ടു സെയിൽസ്. ബിക്കാണ് ഗുഡ്സ് വിറ്റിരിക്കുന്നത്. അപ്പൊ ബി അവിടെ റിസീവർ ആണ്. ബിയെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ എൻട്രി എഴുതും ബീസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു സെയിൽസ് എമൗണ്ട് 4,50,000 എഴുതും. ക്ലിയർ ആയോ? ഇനി അത് ക്യാഷ് സെയിൽസിന്റെ കേസിലാവുമ്പോ എന്ത് വരും? ക്യാഷ് സെയിൽസിന്റെ കേസിലാവുമ്പോ നമ്മളത് ക്യാഷിന്റെ ഇപ്പൊ ഇവിടെ നമുക്ക് സെയിൽസ് നടത്തിയിട്ടാണ് ഗുഡ്സ് വിറ്റേക്കണത്. ഇവിടെ കടമായത് കൊണ്ടാണ് നമ്മൾ ക്യാഷ് എഴുതാതെ സെയിൽസ് എഴുതിയത്. ബിക്ക് വിറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാഷ് സെയിൽസിന്റെ കേസിൽ എന്ത് വരും? ക്യാഷിന്റെ കൂടെ നമ്മൾ ഡിസ്കൗണ്ട് കൂടി കാണിക്കേണ്ടി വരും. അപ്പോ 4,50,000 ക്യാഷിൽ കാണിച്ചിട്ട് ഡിസ്കൗണ്ടിൽ നമ്മൾ ആ 50,000 നമ്മൾ ഷോ ചെയ്യേണ്ടി വരും. അതാണ് ക്യാഷ് ഡിസ്കൗണ്ടിന്റെ പ്രത്യേകത കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ കുറച്ച് ഈ എക്സാമിന്, നിങ്ങൾക്ക് ഈ ഓണം എക്സാമിന് വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജേണൽ എൻട്രീസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതെന്ന് വെച്ചാൽ ഗുഡ്സിനോട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ജേണൽ എൻട്രീസ്, ഗുഡ്സിനോട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ജേണൽ എൻട്രീസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മളോട് പറയാണ് വിഡ്രോ. ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കാം, ഉറപ്പാണ് ഇത് നിങ്ങൾക്ക് വരുന്നുള്ളത്. വിഡ്രോ ക്യാഷ് ഫ്രം ബിസിനസ്, ക്യാഷ് ഫ്രം ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ്. അതായത് പ്രൊപ്രൈറ്റർ മീൻസ് ബിസിനസ്സില് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളും ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്ന വ്യക്തി, അതിന്റെ ഉടമസ്ഥൻ. അയാൾ എന്ത് ചെയ്യാണ്? അയാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് അയാള് ബിസിനസ്സിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്തു എന്നാണ് പറഞ്ഞേക്കണത്. അപ്പൊ നമ്മൾ അതിന് ജേണൽ എൻട്രി എഴുതും. പേഴ്സണൽ യൂസ് ആയതുകൊണ്ട് നമ്മൾ അതിന് ജേണൽ എൻട്രി എഴുതും. ഡ്രോയിങ്സ്, പേഴ്സണൽ യൂസിന് വേണ്ടി വിഡ്രോ ചെയ്യുമ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ നമ്മൾ എൻട്രി എഴുതുന്നത് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ. എന്തുകൊണ്ടാണ് ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്തേ? പേഴ്സണൽ യൂസ് ആണ്. പേഴ്സണൽ യൂസിന് വേണ്ടി വിഡ്രോ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്യും. എന്തുകൊണ്ട് നമ്മൾ ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്യുന്നു? അതായത് പ്രൊപ്രൈറ്ററി ബിസിനസ്സിലേക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തപ്പോ നമ്മൾ അവിടെ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ എന്നാണ് എൻട്രി എഴുതുന്നത്. അയാൾ കൊണ്ടുവന്നിരിക്കുന്ന ക്യാപിറ്റൽ കുറയണമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ബാലൻസ് കൊടുക്കണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഡെബിറ്റ് ചെയ്യും. അപ്പൊ അയാൾ കൊണ്ടുവന്ന അയാളുടെ ക്യാപിറ്റൽ അവിടെ കുറയാണ് ചെയ്യുന്നത്. എന്നിട്ട് ബിസിനസ്സിൽ നിന്നും ഗുഡ്സ് വിഡ്രോ ചെയ്തത് കൊണ്ട് നമ്മള് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് എഴുതും. ബിസിനസ്സിലെ ക്യാഷ് കുറഞ്ഞു. ഇനി നമ്മോട് പറയാണ് വിഡ്രോ ക്യാഷ് ഫ്രം ബിസിനസ് മാറിയിട്ട് ഫ്രം ബാങ്ക് എന്നാണ് പറയുന്നതെന്ന് ഓർത്തോ. വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് എന്തിനു വേണ്ടിയിട്ട്? ഫോർ പേഴ്സണൽ യൂസ്. ബാങ്കിൽ നിന്നും പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്തു. പ്രൊപ്രൈറ്റർ അയാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടി ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ജേണൽ എൻട്രി, അതായത് പ്രിയ കുട്ടികളെ ഒരു കോള് വന്നതുകൊണ്ട് അത് നമ്മൾ എടുത്ത ക്ലാസ് കട്ടായി പോയി, ഞാനത് അറിഞ്ഞില്ല. ഇപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോഴാണ് കുറെ നിങ്ങൾക്ക് പറഞ്ഞത് ഇതിൽ കിട്ടിയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു നിർത്തിയത് ഇവിടം വരെ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അത് ആദ്യം മുതൽ ഒന്നുകൂടി പറയാണ്. അതായത് ഗുഡ്സ് ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ, ബിസിനസ്സിൽ നിന്നും പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഗുഡ്സ് ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ജേണൽ എൻട്രി എഴുതും. എന്തെഴുതും? ഗുഡ്സ് വിഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ ജേണൽ എൻട്രി എഴുതും ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് എന്ന് എഴുതും. ഇനി ബാങ്കിൽ നിന്നുമാണ് പേഴ്സണൽ യൂസിന് വേണ്ടി വിഡ്രോ ചെയ്യുന്നതെങ്കിൽ, അതാണ് പറഞ്ഞു നിർത്തിയത് തോന്നുന്നു, അവിടെ വരെ കിട്ടിയോളൂ എന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. ബാങ്കിൽ നിന്നും, അതായത് നമ്മളുടെ ക്വസ്റ്റ്യൻ പറയാണ് വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക്. ഞാനത് എഴുതിയിരുന്ന ക്വസ്റ്റ്യൻ, അതൊക്കെ മാച്ചു, പിന്നീട് എഴുതിയതാണ് കാണുന്നത്. ഞാൻ ഒന്നുകൂടി സെന്റൻസ് പറയാം, ഈ എൻട്രി കിടക്കുന്നതിന്റെയൊക്കെ നോക്കി പറയാം. ഈ എൻട്രിയുടെയാണ് ഞാനിപ്പോ പറയുന്നത്. അതായത് വിഡ്രോ എന്താ? ക്യാഷ്. വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്. പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്നും പണം പിൻവലിച്ചു എന്നാണ് പറയുന്നതെങ്കിൽ, അപ്പൊ നമ്മൾ എഴുതും ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്ന് എഴുതും. ഇനി നമുക്ക് ഇതിന്റെ ഞാനിപ്പോ ഇവിടെ എൻട്രി എഴുതിയിട്ടുള്ളത് അനുസരിച്ചാണ് ഞാൻ പറഞ്ഞു പോയത് നോക്കാം. ഇത് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് എന്ന് പറഞ്ഞാലേ
ബിസിനസ്സിൽ നിന്നും ഗുഡ്സ് വിഡ്രോ ചെയ്തേക്കാണ്. എന്തിനു വേണ്ടിയിട്ടാ? പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട്. അയാളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നപ്പോ അയാളുടെ കടയിൽ നിന്ന് അയാൾ കുറെ സാധനങ്ങൾ അയാളുടെ വീട്ടിലേക്ക് അയാൾ വിഡ്രോ ചെയ്തു. അതാണ് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഗുഡ്സ് വിഡ്രോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എൻട്രി എഴുതും ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് എന്ന് എഴുതും. ഗുഡ്സ് വിഡ്രോ ചെയ്തേക്കേണ്ട പേഴ്സണൽ യൂസ് ആണെങ്കിൽ. ഇനി പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാ അയാളുടെ അയാളുടെ കടയിലേക്ക് ഉപയോഗിക്കാൻ വാങ്ങിച്ചിരുന്ന ഫർണിച്ചർ, അല്ലെങ്കിൽ അയാളുടെ കടയിൽ ഉപയോഗിക്കാൻ മേടിച്ചിരുന്ന ഒരു കമ്പ്യൂട്ടർ അയാളുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി അയാൾ കടയിൽ നിന്നും അത് വിഡ്രോ ചെയ്യാണ്. അങ്ങനെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഏതെങ്കിലും അസറ്റ് ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ അപ്പൊ നമ്മൾ എൻട്രി കൊടുക്കും ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫർണിച്ചർ. കമ്പ്യൂട്ടർ ആണെങ്കിൽ നമ്മൾ എഴുതും ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കമ്പ്യൂട്ടർ. ഏത് അസറ്റ് ആണോ അസറ്റിന്റെ പേര് നമ്മൾ കൊടുക്കും. അപ്പൊ അത്രയും കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇവിടെ ഇതാണ് വരുന്നത് ഗുഡ്സ് വിഡ്രോൺ ഫോർ ഫ്രീ സാമ്പിൾ. ഗുഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് നമ്മൾ ഇന്ന് പറയുന്നത് കേട്ടോ. ഗുഡ്സ് വിഡ്രോ എന്തിനു വേണ്ടിയിട്ടാ ഗുഡ്സ് വിഡ്രോ ചെയ്തേക്കണേ? ഫോർ ഫ്രീ സാമ്പിൾ കൊടുക്കാൻ. ഇപ്പൊ ഓണമൊക്കെ അല്ലേ വരുന്നേ. ഓണം വരുന്ന സമയത്ത് ഇപ്പൊ ഓണത്തിന് നമ്മളൊരു പാക്കറ്റ് സേമിയ പായസം ഉണ്ടാക്കാൻ ഒരു പാക്കറ്റ് സേമിയ മേടിക്കുമ്പോൾ ആ സേമിയയുടെ കൂടെ നമുക്ക് ഒരു പാക്കറ്റ് ഹോർലിക്സ്, ഒരു 5 രൂപയുടെ 10 രൂപയുടെ ചെറിയ പാക്കറ്റ് ഹോർലിക്സോ അതല്ലെങ്കിൽ തേയിലോ എന്തെങ്കിലും സാധനങ്ങൾ ഫ്രീ തരും. ചില കമ്പനിക്കാർ ഓരോ പ്രോഡക്റ്റിനും അവരുടെ പ്രോഡക്ട്സിന്റെ കൂടെ അവരെന്ത് ചെയ്യും, ചെറിയൊരു പാക്കറ്റ് എന്തെങ്കിലും ഫ്രീ കൊടുക്കും. അപ്പൊ അങ്ങനെ ഫ്രീ സാമ്പിൾ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്തു, ഇവരുടെ കടയിൽ നിന്ന് കുറച്ച് ഗുഡ്സ് എടുത്ത് അവർ ഫ്രീ കൊടുക്കാണ്. അവരുടെ കടയിൽ നിന്ന് പായസത്തിനുള്ള സേമിയ മേടിക്കുന്നവർക്ക് അവരെന്ത് ചെയ്യാണ്, ആ സേമിയ മേടിക്കുമ്പോൾ അപ്പൊ തന്നെ അവരുടെ കടയിലത്തെ ഒരു 5 രൂപയുടെ പാക്കറ്റ് ഹോർലിക്സ് എടുത്ത് അവർ ഫ്രീ കൊടുക്കാണ്. അങ്ങനെ ഫ്രീ സാമ്പിൾ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും കൊടുക്കാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അതിന് ജേണൽ എൻട്രി എഴുതും. ഗുഡ്സ് എടുത്തിട്ടാണല്ലോ കൊടുക്കുന്നത്. അവരുടെ കടയിലേക്ക് മേടിച്ചിരിക്കുന്ന മറ്റൊരു ഗുഡ്സ് എടുത്തിട്ടാണ് അവർ സാമ്പിൾ കൊടുത്തേക്കണത്. അപ്പൊ നമ്മൾ എൻട്രി എഴുതും. അപ്പൊ അവിടെ ഗുഡ്സ് കുറയല്ലേ ചെയ്യുന്നേ. ഗുഡ്സ് എന്തിനു വേണ്ടിയിട്ട് ഗുഡ്സ് എടുത്താലും നമ്മൾ ഓർത്ത് വെക്കാം, ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ നമ്മൾ പർച്ചേസ് ഡെബിറ്റ് ചെയ്യാണ്. കൊടുക്കുമ്പോൾ ആ പർച്ചേസ് കുറയണമെങ്കിൽ നമ്മൾ പർച്ചേസിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ ഡെബിറ്റ് ആർക്ക് കൊടുക്കും? അഡ്വർടൈസ്മെന്റ്, അതായത് പരസ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ആ ഗുഡ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എൻട്രി എഴുതും അഡ്വർടൈസ്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് എന്ന് എൻട്രി കൊടുക്കും. ഇനി നമ്മൾ പറഞ്ഞേക്കുന്നത് ഗുഡ്സ് വിഡ്രോൺ ഫോർ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അനാഥാലയങ്ങളിലേക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും അഗതി മന്ദിരങ്ങളിലേക്കോ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു ടൈലറിംഗ് ഷോപ്പ് അല്ലെങ്കിൽ ഒരു തുണിക്കട നടത്തുന്ന ഒരു വ്യക്തി, അയാളുടെ കടയിൽ നിന്ന് ഇപ്പൊ സ്കൂളൊക്കെ തുറക്കുന്ന സമയം വന്നപ്പോൾ അയാൾ എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്യാണ്, കുറെ പുതപ്പുകളും കുറെ ഡ്രസ്സൊക്കെ എടുത്ത് അയാള് ഏതെങ്കിലും ഒരു അഗതി മന്ദിരത്തിലേക്ക് കൊടുക്കാണ്. അങ്ങനെ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കാണ്. അങ്ങനെ എന്തെങ്കിലും അയാളുടെ കടയിലേക്ക് മേടിച്ച ഗുഡ്സ് എടുത്താണ് അയാൾ കൊടുക്കുന്നത്. അത് ഓർക്കണം. ഗുഡ്സ് ആണ് അയാൾ വിഡ്രോ ചെയ്തേക്കണേ കേട്ടോ. ഗുഡ്സ് എന്ന് പറയുമ്പോൾ അയാളുടെ കടയിലേക്ക് അയാൾ പർച്ചേസ് ചെയ്തതാണ്. അവിടെ പർച്ചേസ് അയാൾ അപ്പൊ ഡെബിറ്റ് ചെയ്തേക്കണതാണ്. അപ്പോ ആ പർച്ചേസ് നമുക്ക് കുറയണം. കടയിൽ നിന്ന് എടുത്ത് അയാൾ കൊടുക്കുമ്പോൾ വാങ്ങിച്ച പർച്ചേസ് കുറയണം. അപ്പൊ നമ്മൾ പർച്ചേസിന് ക്രെഡിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ആർക്ക് ഡെബിറ്റ് കൊടുക്കും? ചാരിറ്റിക്ക് വേണ്ടി കൊടുത്തേക്കണ്ടാണ്. അപ്പൊ ചാരിറ്റി നമ്മൾ ഡെബിറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഏതെങ്കിലും ഹോട്ടലിലൊക്കെ കയറുമ്പോഴേ നിങ്ങൾ ഫുഡ് കഴിച്ച് ആ ബില്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ചാരിറ്റി ബോക്സ് അല്ലേ. ഒട്ടുമിക്ക കടകളിലും നമുക്ക് കാണാം. നമ്മൾ കടയിൽ ബില്ല് കൊടുക്കാൻ കാലത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു ചാരിറ്റി ബോക്സ് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള തുക നമുക്ക് അതിലേക്ക് ഇടാം. ഈ ചാരിറ്റി ബോക്സിലേക്ക് നമ്മൾ ഇടുന്ന പണം എവിടേക്കാ പോകുന്നത്? ഏതെങ്കിലും അനാഥ മന്ദിരങ്ങളിലേക്ക് അവരത് കൊടുക്കും. അപ്പൊ ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ കുറെ ഗുഡ്സ് വിഡ്രോ ചെയ്തേക്കണത്. അപ്പൊ അവിടെ പർച്ചേസ് ചെയ്ത ഗുഡ്സ് കുറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാരിറ്റി ഡെബിറ്റ് ചെയ്തിട്ട് പർച്ചേസ് ക്രെഡിറ്റ് ചെയ്യണം. അടുത്തത് ഗുഡ്സ് കോസ്റ്റിംഗ് ₹5,000 ഗിവൺ ആസ് ഡൊണേഷൻ. എമൗണ്ട് ഞാൻ എഴുതിയെന്നുള്ളൂ. അതായത് ഡൊണേഷന് വേണ്ടിയിട്ട് ഒരു 5,000 രൂപയുടെ ഗുഡ്സ് വിഡ്രോ ചെയ്തു. ഏതെങ്കിലും ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഏതെങ്കിലും അനാഥ മന്ദിരങ്ങളിലേക്കോ എവിടേക്കെങ്കിലൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ഗുഡ്സ് അവരെടുത്തേക്കാണ്. അപ്പൊ നമ്മൾ എൻട്രി എഴുതും ഡൊണേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് എന്ന് എഴുതും. ഡൊണേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ്. അപ്പൊ ഗുഡ്സുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാത്തിന്റെയും പ്രത്യേകത മക്കൾ ആലോചിച്ച് നോക്കിയേ. ഗുഡ്സ് വിഡ്രോ ചെയ്യുന്നുണ്ടോ അവിടെ നമ്മൾ പർച്ചേസിന് ക്രെഡിറ്റ് ചെയ്തോളണം.
കാരണം ഈ ഗുഡ്സ് ബിസിനസ്സിലേക്ക് വാങ്ങിച്ചപ്പോ നമ്മൾ പർച്ചേസ് ഓൾറെഡി ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ആ പർച്ചേസ് കുറയണമെങ്കിൽ നമ്മൾ പർച്ചേസ് ക്രെഡിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഡെബിറ്റ് ആണ് കേസ് അനുസരിച്ച് മാറുന്നത്. അതുപോലെ ഇനി നമ്മൾ പറയാണ് ഗുഡ്സ് ഡിസ്ട്രോയിഡ് ബൈ ഫയർ ബൈ ₹10,000, ഇൻഷുറൻസ് ക്ലെയിം ₹8,000 എന്ന് പറയാണ്. അതായത് ഒരു 10,000 രൂപയുടെ ഗുഡ്സ് ബിസിനസ്സിൽ ഡിസ്ട്രോയ് ചെയ്തു. അതായത് തെറ്റായിട്ടോ ഫയർ ആയിട്ടോ ഡാമേജ് എനി റീസൺ, എന്തെങ്കിലും റീസൺ കൊണ്ട് കുറെ ഗുഡ്സ് കത്തി നശിച്ചു പോയി, കള്ളം കൊണ്ടുപോകാം, എങ്ങനെയെങ്കിലൊക്കെ നശിച്ചു പോയി. അപ്പോ 10,000 രൂപയുടെ ഗുഡ്സ് ആണ് അവർക്ക് നഷ്ടം വന്നേക്കണത്. അത്രയും രൂപയുടെ ഗുഡ്സ് ആണ് ലോസ് ബൈ ഫയർ ഉണ്ടായേക്കണത്. ഇൻഷുർ ചെയ്തിരുന്നു ഇൻഷുറൻസ് കമ്പനി. അവർക്ക് ഇൻഷുറൻസ് കമ്പനി വന്ന് കണക്കൊക്കെ നോക്കിയിട്ട് അവർക്ക് കൊടുത്തത് ₹8,000 ആണ് കൊടുത്തത്. ഈ ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു റൂൾ ഉണ്ട്, പ്രിൻസിപ്പിൾ ഉണ്ട്. അത് നമുക്ക് നിങ്ങൾ ബിസിനസ് സ്റ്റഡീസിൽ ഫസ്റ്റ് ഇയറിൽ പഠിക്കും. നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസും മക്കൾ പഠിക്കും. അവിടെ ലൈഫ് ഇൻഷുറൻസിൽ നമ്മൾ എത്ര രൂപയുടെ പോളിസി എടുക്കുന്നുവോ ആ പോളിസിയുടെ തുക തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. അതായത് ഏതാണോ ആദ്യം സംഭവിക്കുന്നത്, ഡെത്ത് ആണോ ആദ്യം സംഭവിക്കുന്നത് അതോ പോളിസിയുടെ കാലാവധിയാണോ ആദ്യം വരുന്നത്, ആ സമയത്ത് നമ്മൾ എടുത്ത പോളിസിയുടെ തുക നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കും. നമ്മൾ 5 ലക്ഷം രൂപയുടെ പോളിസിയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ആ 10 വർഷമാണ് പീരീഡ് എങ്കിൽ ആ 10 വർഷം കഴിയുമ്പോൾ പോളിസി ഹോൾഡർ മരിച്ചിട്ടില്ലെങ്കിൽ 10 ലക്ഷം രൂപ തന്നെ കിട്ടും. 1 വർഷം കഴിഞ്ഞപ്പോൾ പോളിസി ഹോൾഡർ മരിച്ചെന്നുണ്ടെങ്കിലോ അപ്പോഴും ആദ്യം നടക്കുന്നത് ഏതാണോ ആ സമയത്ത് ഇൻഷുറൻസ് കമ്പനി പണം കൊടുക്കും. അപ്പോഴും ആ 10 ലക്ഷം രൂപയുടെ പോളിസിയാണ് എടുത്തേക്കണമെങ്കിൽ ആ എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി കൊടുക്കും. എന്ന് പറഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസിന്റെ പ്രത്യേകത പോളിസിയുടെ എമൗണ്ട് മസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കും. ബട്ട് ജനറൽ ഇൻഷുറൻസില് വിച്ചവർ ഈസ് ലോവർ, ഏതാണോ കുറവുള്ള എമൗണ്ടേ നമുക്ക് കിട്ടുള്ളൂ. വിച്ചവർ ഈസ് ലോവർ, നമ്മൾ എടുത്ത പോളിസിയുടെ എമൗണ്ട് ആണ് കുറവെങ്കിൽ നമുക്ക് അതേ കിട്ടുള്ളൂ. അതായത് അതിന് എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ സെന്റൻസില് 10,000 രൂപയുടെ ഗുഡ്സ് ആണ് ഡിസ്ട്രോയ് ചെയ്തേക്കണത്. ഇൻഷുറൻസ് കമ്പനി കൊടുത്തത് 8,000 ആണ് എന്ന് പറഞ്ഞാൽ 10,000 രൂപയുടെ പോളിസി നമ്മൾ ഗുഡ്സ് നശിച്ചു 8,000 കിട്ടിയുള്ളൂ എന്ന്. അവിടെ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നത് വിച്ചവർ ഈസ് ലോവർ ആണ്, കുറവുള്ള എമൗണ്ടേ നമുക്ക് ഇൻഷുറൻസ് കമ്പനി തരുള്ളൂ. ജനറൽ ഇൻഷുറൻസിന്റെ കേസിലാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മളിപ്പോ എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു 50,000 രൂപയുടെ പോളിസി എടുത്തു. ഗുഡ്സ് നശിച്ചു പോയത്, ഗുഡ്സ് ഡിസ്ട്രോയിഡ് ബൈ ഫയറിന് വേണ്ടിയിട്ടാണ് പോളിസി എടുത്തത്. തീ പിടിച്ചൊക്കെ നശിച്ചു പോയി കഴിഞ്ഞാൽ ആ നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടി 50,000 രൂപയുടെ പോളിസി എടുത്തിരുന്നു. പക്ഷേ അവിടെ ഫയർ മുഖാന്തരം ലോസ് വന്നത് ഒരു 30,000 രൂപയുടെ ലോസ് ആണ് വന്നത്. അപ്പൊ ഇൻഷുറൻസ് കമ്പനി ആ 30,000 രൂപയാണ് ആ ഇൻഷുറൻസ് കമ്പനി ആ സ്ഥാപനത്തിലേക്ക് കൊടുക്കുന്നത്. പക്ഷേ 50,000 രൂപയുടെ പോളിസി നമ്മൾ എടുത്തു, 60,000 രൂപയുടെ ലോസ് ആ ബിസിനസ്സിന് വന്നു എങ്കിൽ ഒരിക്കലും ഇൻഷുറൻസ് കമ്പനി 60,000 കൊടുക്കില്ല. എത്ര കൊടുക്കുള്ളൂ? ആ 50,000 രൂപയെ കൊടുക്കുള്ളൂ. അതാ നമ്മൾ ആദ്യം പറഞ്ഞത്, പോളിസിയുടെ എമൗണ്ട് ആണോ കുറവ് അതോ ലോസ് ആണോ കുറവ്, വിച്ചവർ ഈസ് ലോവർ, ഏതാണോ കുറവ് അതേ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുള്ളൂ. അപ്പൊ ഇവിടെ 10,000 രൂപയാണ് ലോസ് ആയിട്ട് നഷ്ടപ്പെട്ടു പോയേക്കണത്. പക്ഷെ ഇൻഷുറൻസ് കമ്പനി 8,000 കൊടുത്തുള്ളൂ എന്നാ പറഞ്ഞേക്കണേ. അങ്ങനെ വരുമ്പോ നമ്മള് ബാങ്കിൽ കിട്ടിയ എമൗണ്ട് എഴുതും. ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ക്ലെയിം കിട്ടിയത് ബാങ്കിൽ ഡെബിറ്റ് ചെയ്യും. പർച്ചേസില് 10,000 പർച്ചേസ് ആണ് ഡിസ്ട്രോയ് ചെയ്തേക്കണത്. അപ്പൊ അത് നമ്മൾ പർച്ചേസിൽ ക്രെഡിറ്റ് ചെയ്തിട്ട് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ലോസിൽ കൊടുക്കും. 2,000 രൂപ ലോസ് എന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ചിരിക്കും. അപ്പൊ അങ്ങനെയാണ് അവിടെ വരുന്നത്. ഇനി ഗുഡ്സ് ഡിസ്ട്രോയ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോ എല്ലാം പറഞ്ഞു, ഡൊണേഷൻ പറഞ്ഞു, എല്ലാം പറഞ്ഞു. അപ്പൊ ആദ്യം പറഞ്ഞിട്ട് എന്തെങ്കിലും വിട്ടുപോയെന്ന് അറിയില്ല, ഇടയ്ക്ക് വെച്ച് കട്ടായി പോയതുകൊണ്ടേ. അപ്പോ ഡ്രോയിങ്സിനോട് ഇത്രയും മാത്രം മക്കൾ ഓർത്താൽ മതി. ഞാൻ ഒരിക്കൽ കൂടി ഒന്നും കൂടി പറയാണ്. വിഡ്രോ ചെയ്യുന്നത് പേഴ്സണൽ യൂസ് ആണെന്നുണ്ടെങ്കിൽ മക്കൾ ഓർത്ത് വയ്ക്കുക, ഡെബിറ്റ് എപ്പോഴും ഡ്രോയിങ്സിനെ കൊടുക്കാവൂ. ക്രെഡിറ്റ് നമ്മൾ കേസ് അനുസരിച്ച് മാറ്റി മാറ്റി കൊടുത്തോളണം. ഇനി അതുപോലെ തന്നെ ഇവിടെ നമുക്ക് തന്നേക്കേണ്ട ചാരിറ്റി, ഫ്രീ സാമ്പിള്, ഡൊണേഷൻ, ഇതൊക്കെയാണ്. അത് പേഴ്സണൽ യൂസ് അല്ല.
പേഴ്സണൽ യൂസിനാണ് ഞാൻ പറഞ്ഞ ഡെബിറ്റ് മസ്റ്റ് ഡ്രോയിങ്സ്, ക്രെഡിറ്റ് ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞേ. ഇത് മൂന്നും നമ്മൾ പറഞ്ഞത് പേഴ്സണൽ യൂസ് അല്ല, ബിസിനസ്സിൽ നിന്ന് കൊടുത്തേക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് എപ്പോഴും ആർക്ക് കൊടുക്കും? ഗുഡ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഏതിലും മക്കൾ ഓർത്ത് വെക്കാം, ക്രെഡിറ്റ് എപ്പോഴും പർച്ചേസിനെ കൊടുക്കാവൂ കേട്ടോ. എന്ന് വെച്ചാൽ ബിസിനസ് വാങ്ങിച്ചപ്പോ പർച്ചേസ് ഡെബിറ്റ് ചെയ്തേക്കാണ്, ആ പർച്ചേസ് കുറയണമെങ്കിൽ നമ്മൾ പർച്ചേസ് ക്രെഡിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഡെബിറ്റ് കേസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. റീസാമ്പിൾ ആണെങ്കിൽ അഡ്വർടൈസ്മെന്റ് വരും, അതുപോലെ തന്നെ ഡൊണേഷൻ ആണെങ്കിൽ ഡൊണേഷൻ വരും, ചാരിറ്റി ആണെങ്കിൽ ചാരിറ്റി വരും. അപ്പൊ അങ്ങനെ ഗുഡ്സിനോട് റിലേറ്റ് ചെയ്തതാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇനി റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഓഗസ്റ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം ഉണ്ടാവും. ചില സ്കൂളുകാർ ഓണം കഴിഞ്ഞ സെപ്റ്റംബറിലാണ് എക്സാം വച്ചേക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഓണപരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിനോട് ബന്ധപ്പെട്ട പോർഷൻസ് നമുക്ക് റെഗുലർ ആയിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ക്ലാസ് തരുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഇയറിലെ കുട്ടികളാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് കമന്റിൽ കാണിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ.